CBCS ഇഗ്നുവിൻ്റെ 2023 BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്? എന്താണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്? ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ പ്രാധാന്യം എന്താണ്? ആദ്യം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനെ ഗ്യാപ്പ് അഥവാ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാറുണ്ട്. ഇത് എന്താണ്? എ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് അക്കൗണ്ടൻസ് ഷുഡ് ഫോളോ. ലോകത്തിലെ ഏത് രാജ്യത്തുള്ള അക്കൗണ്ടന്റുമാരാണെങ്കിലും ശരി, അവർ പിന്തുടരേണ്ടുന്ന ഒരു സെറ്റ് അടിസ്ഥാന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അക്കൗണ്ടന്റുമാർ ഫോളോ ചെയ്യേണ്ടുന്ന ഒരു സെറ്റ് ഫണ്ടമെന്റൽ റൂൾസ്, മൗലിക നിയമങ്ങൾ അല്ലെങ്കിൽ മാർഗരേഖകൾ. ആ മാർഗരേഖ തെറ്റിക്കാണ്ട് പോയാൽ തീർച്ചയായിട്ടും അവരുടെ കണക്കെഴുത്ത് വിലമതിക്കപ്പെടും. അവരുടെ അക്കൗണ്ടിങ് റെക്കോർഡുകൾ വാല്യൂബിൾ ആണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ വാല്യൂ ചെയ്യും. എപ്പോഴൊക്കെയാണ് അവർ ഈ റൂൾസ് ഫോളോ ചെയ്യേണ്ടത്? വെൻ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഈ ബിസിനസിന്റെ ഇടപാടുകളെല്ലാം സാമ്പത്തിക ഇടപാടുകളാണല്ലോ. അവയെ രേഖപ്പെടുത്തുകയും തരംതിരിക്കുകയും അത് മുകളിലെ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുകയും അത് വിശകലനം ചെയ്ത് അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അക്കൗണ്ടൻസിയുടെ ഈ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൂൾസിനെയും ഗൈഡ് ലൈൻസിനെയും അവർ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അത് ലോകം മുഴുവനും ജനറലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണെന്ന് ഓർക്കണം. അതിനെയാണ് GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദീസ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനുള്ള ഒരു ഫ്രെയിംവർക്ക് ഇത് നൽകുന്നു. എൻഷുറിംഗ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രസന്റഡ് ഇൻ എ ഫെയർ, കൺസിസ്റ്റന്റ് ആൻഡ് ട്രാൻസ്പാരന്റ് മാനർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വളരെ നീതിനിഷ്ഠമായി, വളരെ കൺസിസ്റ്റന്റ് ആയി, വളരെ ട്രാൻസ്പാരന്റ് ആയി ആണ് ചെയ്യുന്നത് എന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. എങ്ങനെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വളരെ നീതിനിഷ്ഠമായി, വളരെ കൺസിസ്റ്റന്റ് ആയി, വളരെ ട്രാൻസ്പാരന്റ് ആയി, സുതാര്യമായി ആണ് ചെയ്യുന്നത് എന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. അതായത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താണോ? ഓക്കെ, അപ്പൊ പിന്നെ അത് ഫെയർ ആയിരിക്കും, നീതിനിഷ്ഠമായിരിക്കും. അത് ഒരു സ്ഥിര സ്വഭാവത്തോടു കൂടിയായിരിക്കും. തോന്നുമ്പടി എഴുതുന്ന കണക്കല്ല, അതിനൊരു സ്ഥിരതാ സ്വഭാവം ഉണ്ടാവും, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. പിന്നെ ആർക്കും കണക്ക് നോക്കിയാൽ മനസ്സിലാകും, സുതാര്യമായ കണക്കെഴുത്തായിരിക്കും. ഹിഡനായിട്ടൊന്നും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് തയ്യാറാക്കിയാൽ. അതാണ് അതിനുള്ള ഒരു ചട്ടക്കൂടാണ്, അതിനുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നൽകുന്നത്. സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ. സിഗ്നിഫിക്കൻസ്, ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എൻഷുർ കൺസിസ്റ്റൻസി, സ്ഥിരത ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് എൻഷുർസ് കൺസിസ്റ്റൻസി. സ്ഥിരത എന്ന് പറയുന്ന കാര്യം അത് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നത് മറ്റൊന്നുമല്ല, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് കൺസിസ്റ്റന്റ്ലി. കൺസിസ്റ്റന്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കൊല്ലം മാറ്റമില്ലാതെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെ ഒക്കെ ഓരോ വർഷം ഓരോരോ തരത്തിലാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ കണക്കും ഈ കൊല്ലത്തെ കണക്കും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്നേ. അപ്പോൾ ഓവർ ടൈം നമുക്ക്, അതായത് കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും അതിനു മുമ്പത്തെ കൊല്ലവും ഇനി വരാൻ പോണ കൊല്ലവും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം, നമ്മൾ കമ്പനിയുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പോൾ അതാണ് ഓവർ ടൈം കമ്പനിയുടെ പെർഫോമൻസ്. അതായത് കാലം കടന്നു പോകുമ്പോഴും കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യണമെങ്കിലും നമുക്കൊന്ന് അനലൈസ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഉടമസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മാനേജർക്കോ അല്ലെങ്കിൽ അതിൽ കാശ് മുടക്കിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനോ, ഇവരെല്ലാത്തിനും കൂടി പൊതുവേ നമുക്ക് വിളിക്കാവുന്ന പേരാണ് കേട്ടോ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? എപ്പോഴും ഒരേ പ്ലാൻ അനുസരിച്ച് കണക്കുണ്ടാക്കണം. ഓരോ വർഷം ഓരോ തരത്തിൽ കണക്കുണ്ടാക്കിയാൽ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സോ അതാണ് കൺസിസ്റ്റന്റ് ആയ രീതിയിൽ കണക്ക് തയ്യാറാക്കാനായിട്ട് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത്തെ, അത് ഒരു നല്ല കാര്യമല്ലേ, അതൊരു പ്രാധാന്യമല്ലേ, അതൊരു സിഗ്നിഫിക്കൻസ് അല്ലേ. രണ്ട്, പ്രൊമോട്ട് ട്രാൻസ്പാരൻസി. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അതായത് സുതാര്യത ഉറപ്പുവരുത്തുന്നു, ട്രാൻസ്പാരൻസി പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈ ഫോളോവിങ് ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, നമുക്ക് കമ്പനീസ് പ്രൊവൈഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിത്ത് എ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് പിക്ചർ ഓഫ് ദെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനികൾ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ സാമ്പത്തിക നില, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ
ഒരു കാഴ്ചപ്പാട്, കൃത്യമായ ആക്യുറേറ്റ് ആൻഡ് പിക്ചർ ഓഫ് ദെയർ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ്. തേർഡ് വൺ, ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. എന്താണ് കമ്പാരിസൺ വഴിയൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എനേബിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു കമ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡിഫറെന്റ് കമ്പനീസ്, ഇൻഡസ്ട്രീസ്. പല കമ്പനികൾ, പല ഇൻഡസ്ട്രീസ് അതിൻ്റെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാനായിട്ട്, താരതമ്യം ചെയ്യാനായിട്ട് പ്രയോജനകരമാണെന്ന് അർത്ഥം. ഇൻഡസ്ട്രീസ് ആൻഡ് കൺട്രീസ്, പല രാജ്യങ്ങളിലെ, നമ്മുടെ രാജ്യത്തെ കമ്പനിയുടെ കണക്കും വേറെ രാജ്യങ്ങളിലെ കമ്പനിയുടെ കണക്കും തമ്മിൽ കമ്പയർ ചെയ്യാം. കാരണം ലോകം മുഴുവനും ഈ സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു കമ്പനിയുമായിട്ട് വേറൊരു ഇൻഡസ്ട്രിയുമായിട്ടും കമ്പയർ ചെയ്യാനായിട്ടും ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല കമ്പനികൾ തമ്മിൽ, പല പല രാജ്യങ്ങളിലെ കമ്പനികൾ തമ്മിൽ, പല പല വ്യവസായങ്ങളിലെ കമ്പനികൾ തമ്മിൽ ഒക്കെ കമ്പയർ ചെയ്യാനായിട്ട് വളരെ ഈസിനെസ് നമുക്ക് നൽകുന്നു. ആ രീതിയിലാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അക്കൗണ്ടൻസിയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. നാലാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ തീരുമാനമെടുക്കുന്ന ആൾക്കാർ, മാനേജർമാരാണെങ്കിലും ശരി, അതിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും ശരി, ആരുമാവട്ടെ, അവർക്ക് ഒരു വിശ്വസനീയമായ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നൽകാനായിട്ട് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് തയ്യാറാക്കിയ കണക്കുകൾക്ക് കഴിയുന്നു. അല്ലെങ്കിൽ കടം കൊടുക്കുന്ന ബാങ്കുകൾക്ക് ലെൻഡിങ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒക്കെ തീർച്ചയായിട്ടും വിശ്വസനീയമായ കണക്ക് നൽകാനായിട്ട്, എന്നിട്ട് അവർ കൊടുക്കണോ കൊടുക്കണ്ടേ, ബാങ്കിന് ലോൺ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന ഡിസിഷൻ എങ്ങനെ എടുക്കാം? കണക്ക് നോക്കി ഇൻഫോംഡ് ആയിട്ട് ശരിക്കും വിവരങ്ങൾ തിരക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അല്ലോ, ഇൻഫോംഡ് ഡിസിഷൻ. അപ്പോൾ അവരുടെ ആ ഡിസിഷൻ എങ്ങനെയായിരിക്കും? ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പനിയുടെ കണക്കും കാര്യങ്ങളും നോക്കിയിട്ട്, അവരുടെ ബാലൻസ് ഷീറ്റും മറ്റൊക്കെ നോക്കിയിട്ട് ഇൻഫോംഡ് ആയതിനു ശേഷം മാത്രം, അവർക്ക് വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കും. കടം കൊടുക്കുന്നവർക്കും അതെ, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അതെ. അങ്ങനെ ഇനി അതൊരു ഗുണമല്ലേ? തീർച്ചയായിട്ടും അത് ഒരു സിഗ്നിഫിക്കൻസ് ആണ്, പ്രാധാന്യമാണ്. ഇനി എൻഹാൻസ് ക്രെഡിബിലിറ്റി, വിശ്വസനീയത വർദ്ധിക്കുന്നു. അതാണ് അഞ്ചാമത്തെ ഗുണമായിട്ട്, സിഗ്നിഫിക്കൻസ് ആയിട്ട്, പ്രാധാന്യമായിട്ട് അക്കൗണ്ടിങ് ആക്ടിവിറ്റികൾ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അതായത് ക്രെഡിബിലിറ്റി കൂടുന്നു എന്നുള്ളത്, ക്രെഡിബിലിറ്റി വർദ്ധിക്കുന്നു. കമ്പനീസ് ദാറ്റ് ഫോളോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡെമോൺസ്ട്രേറ്റ് എ കമ്മിറ്റ്മെന്റ് ടു ട്രാൻസ്പാരൻസി. അങ്ങനെയുള്ള കമ്പനികൾക്ക് ട്രാൻസ്പാരൻസിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അക്കൗണ്ടബിലിറ്റി, അതായത് ട്രാൻസ്പാരൻസി സുതാര്യതയാണ്. അക്കൗണ്ടബിലിറ്റി, കണക്ക് ബോധിപ്പിക്കാനുള്ള ഒരു എന്താണ്, ഒരു താല്പര്യം അല്ലെ. ആൻഡ് ഗുഡ് ഗവർണൻസ്, നല്ല ഭരണം അങ്ങനെയുള്ള കമ്പനികൾ കാഴ്ചവെക്കാൻ സാധിക്കും. എൻഹാൻസിങ് ദർ ക്രെഡിബിലിറ്റി വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അവരുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യം ഇതാണ്. ചില കീ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് എക്സാമ്പിൾ പറയാം. അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം ബിസിനസ്സും ഓണറും രണ്ട് കാര്യങ്ങളാണ്. ഓണറുടെ പേഴ്സണൽ കണക്കുകൾ ബിസിനസിന്റെ കണക്കുകളായിട്ട് കൂട്ടിക്കുഴച്ച് കുളമാക്കുന്നില്ല, അതാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്ന സങ്കല്പമാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. ഇനി വേറൊരു അക്കൗണ്ടിങ് കോൺസെപ്റ്റിന്റെ പേര് എന്താണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അതായത് ബിസിനസ് മരണമില്ല, ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ എവർ, അത് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്യും എന്ന സങ്കല്പത്തിലാണ് അക്കൗണ്ടൻസി ബിസിനസിനെ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റൊരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. എന്തോന്നാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഇനി മറ്റൊന്ന് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണപരമായിട്ടാണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു പശുവിനെ വാങ്ങിച്ചാലും 10,000 രൂപ വിലയുള്ള പശു എന്നാണ് എഴുതുന്നത്, അല്ലാതെ അതിന്റെ പൊക്കമോ അതിന്റെ നിറമോ അതിന്റെ എത്ര ലിറ്റർ പാല് തരുമെന്നുള്ള കാര്യമോ ഒന്നും അക്കൗണ്ടൻസിയുടെ പുസ്തകത്തിൽ പ്രസക്തമല്ല. അതിന്റെ മണി വാല്യൂ ആണ് പ്രസക്തം. സോ മോണിറ്ററി ആയിട്ടുള്ള റെക്കോർഡാണ്, മോണിറ്ററി യൂണിറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. എന്താണ്? നമ്മളൊരു മെഷീനറി മേടിച്ച സമയത്ത് അത് 10,000 രൂപ വിലയുള്ള മെഷീനറി ആണെങ്കിൽ അത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന് 60,000 രൂപ മാർക്കറ്റിൽ വില ഉണ്ടാവാം ആ മെഷീനറിക്ക്. അതൊന്നും നമുക്ക് ബാധകമല്ല. വാങ്ങിച്ചപ്പോൾ എന്ത് വിലയായിരുന്നു, ആ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് നമ്മുടെ അക്കൗണ്ട് ബുക്സിൽ ഒറിജിനൽ കോസ്റ്റിൽ, വാങ്ങിച്ചപ്പോഴുള്ള വിലയിനെയാണ് ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഈ സങ്കല്പത്തിലാണ് അക്കൗണ്ട്, അതൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ളത് അക്കൗണ്ടൻസിയിലെ ഒരു കൺസെപ്റ്റാണ്. അടുത്തതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്? അതായത് അതത് വർഷത്തെ വരുമാനം അതത് വർഷത്തെ ചെലവുകളുമായിട്ട് മാച്ച് ചെയ്ത് വേണം നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ തട്ടിച്ച് നോക്കാനായിട്ട്. ഈ വർഷത്തെ ചെലവും ഈ വർഷത്തെ വരുമാനം തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഈ വർഷത്തെ പെർഫോമൻസിനെ മാച്ച് ചെയ്യേണ്ടത് എന്ന് അക്കൗണ്ടൻസി നിർബന്ധമായും പറയുന്നു. ഈ തത്വമാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി
എന്താണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അക്കൗണ്ടൻസിയിൽ? അങ്ങനെ ഒരു തത്വമുണ്ട്, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും വെളിപ്പെടുത്തണം, ഒന്നും ഒളിച്ചു വയ്ക്കരുത്. കമ്പനിയുടെ സാമ്പത്തിക പ്രകടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, സാമ്പത്തിക പ്രകടനമാണ് കേട്ടോ, അതിന് പറ്റിയ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ നോക്കരുത് അക്കൗണ്ടൻസിയിലെ കണക്കുകൾ. അടുത്ത എന്താണ്? കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? അക്കൗണ്ടൻസിയിൽ ഒരു സ്ഥിരതാ സ്വഭാവം വേണം. സൗകര്യം പോലെ ഓരോ കൊല്ലം മാറ്റി മാറ്റി കണക്കെഴുതരുത്, ഓരോ മെത്തേഡ് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കരുത്. എപ്പോഴും എഴുതുമ്പോൾ എപ്പോഴും ഒരു പൊതുവായ ഒരു സ്ഥിരതാ സ്വഭാവത്തോടു കൂടി എഴുതണം. വി ഷുഡ് ഫോളോ കൺസിസ്റ്റന്റ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ പ്രാധാന്യം നമുക്കൊന്ന് ചുരുക്കി പറയാമല്ലേ? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ എസെൻഷ്യൽ ഫോർ എൻഷുറിംഗ് ആക്യുറസി, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പാരൻസി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് കണക്ക് എഴുതിയതിനു ശേഷം അക്കൗണ്ടന്റ് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കണക്ക്, ലാഭമാണ് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം, അല്ലെങ്കിൽ നഷ്ടമാണ് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം, ചെലവുകൾ വളരെ കൂടുതലായിരുന്നു, വരുമാനം കുറവായിരുന്നു, അല്ലേ, എങ്ങനെയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നഷ്ടമാണ്, ഇങ്ങനെ മുകളിലേക്ക് മേൽ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യണം ഈ കാര്യങ്ങൾ, കണക്കുകൾ എഴുതിയത്, അല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യത വേണം, സ്ഥിരത സ്വഭാവം വേണം, സുതാര്യത വേണം. അതായത് മാനേജർക്ക് അല്ലെങ്കിൽ ഓണർക്ക് കണക്ക് നോക്കിയാൽ അയാൾക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ അയാൾക്കൊന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കണക്ക് എഴുതി വെച്ചിട്ട് കാര്യമില്ല. സോ അക്കൗണ്ടൻസി സിസ്റ്റമാറ്റിക് ആയിട്ട് കണക്ക് എഴുതുമ്പോൾ, ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കണക്ക് എഴുതുമ്പോൾ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാൻ സാധിക്കും? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ കമ്പനികൾക്ക് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് റിലയബിളായ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. എനേബിളിംഗ് ദം ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് വിവരങ്ങൾ ശരിക്കും മനസ്സിലാക്കി ബോധ്യപ്പെട്ട് തീരുമാനമെടുക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. 10 മാർക്കിന് ഇത്രയും മതി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് നോക്കാം.